കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നികേഷിനെ സുധീഷും ഹരീഷും സുഭാഷൊക്കെ ചേർന്ന് കൊടുത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്തിന് സുധീഷ് പറഞ്ഞു, സുഭാഷേട്ടാ, അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളല്ലേ ഇത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പോൾ സുഭാഷേട്ടൻ എത്രയും നേരം ഇരുന്ന് ആഹാരമൊന്നും വീട്ടിലുണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇന്ന് ബിരിയാണി ഓർഡർ ചെയ്യാം. പുറത്തുനിന്ന് ബിരിയാണി വരുത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഹരീഷും അതിന് സമ്മതിച്ചു. എന്നാൽ പിന്നെ അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ. സുധീഷ് ഉടനെ തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് സംഗതി പാളിയത്. ഫോണിൽ ബാലൻസ് പോലുമില്ല. നിധിയുടെ മുന്നിൽ വെച്ച് ബാലൻസ് ഇല്ലെന്ന് പറയുന്നത് വലിയ നാണക്കേടാണല്ലോ. പെട്ടെന്ന് സുധീഷ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. സുഭാഷേട്ടൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഈ പണം നേരത്തെ തന്നെ അടക്കുന്നത് അത്ര ശരിയല്ല എന്ന്. അതുകൊണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താൽ മതി എന്ന് പറയും. സുഭാഷേട്ടാ, ചേട്ടൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തേക്കേ എന്ന് പറഞ്ഞ് ഒടുവിൽ സുഭാഷിനെ കൊണ്ട് തന്നെ ഓർഡർ ചെയ്യിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ഹരീഷിന് സുധീഷിനെ നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. കാരണം ഹരീഷിന് കാര്യം തന്നെ പിടികിട്ടിയിരുന്നു. അങ്ങനെ രാത്രി എല്ലാവരും ആഹാരം കഴിച്ച് കിടന്നു. പക്ഷേ സുഭാഷിന് മാത്രം ഉറക്കം വരുന്നില്ല. നികേഷിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു മനസ്സ് നിറയെ. നികേഷ് ഉറങ്ങിയുവെന്ന് സുഭാഷ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് ഉറപ്പുവരുത്തുന്നതിന് ഇതേ അവസ്ഥ തന്നെയായിരുന്നു നിധിക്കും. കിടന്നിട്ട് ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല. ഇനി എങ്ങാനും നികേഷ് എഴുന്നേറ്റ് എങ്ങോട്ടേക്കെങ്കിലും പോകുമോ എന്ന് പേടി. നിധി പതുക്കെ വാതിൽ തുറന്ന് ഹാളിലേക്കൊന്ന് വന്ന് നോക്കി. നികേഷ് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ സുഭാഷേട്ടൻ കണ്ണും തുറന്ന് അവിടെ തന്നെ കിടപ്പായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷ് പതുക്കെ എഴുന്നേറ്റ് ഒരു തോർത്തുമെടുത്ത് വന്നു. നികേഷ് ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ആ തോർത്തെടുത്ത് തൻ്റെ കാലിലൊരു കെട്ട്, പിന്നെ നികേഷിൻ്റെ കാലിലും അങ്ങോട്ടേക്കങ്ങ് കൂട്ടിക്കെട്ടി. ഇത് കണ്ടപ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ്. സുഭാഷേട്ടൻ നികേഷിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. രാത്രി എങ്ങാനും അവൻ ഇറങ്ങിപ്പോയാലോ എന്ന് പേടിച്ചുകൊണ്ടാണ് പാവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാല് കെട്ടുന്ന സമയത്തിന് നികേഷ് പെട്ടെന്നങ്ങ് ഞെട്ടി കണ്ണു തുറന്നു നോക്കി. സുഭാഷ് അതാ മുന്നിലിരിക്കുന്നു. എന്താ സുഭാഷേട്ടാ ഇത് എന്ന് ചോദിച്ചിട്ട് ചാടി അങ്ങ് എഴുന്നേക്കാണ്. കാലിലെ കെട്ട് ശ്രദ്ധിക്കുന്ന സമയത്തിന് നികേഷ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സുഭാഷേട്ടാ, ഏട്ടൻ എന്താ ഈ കാണിക്കുന്നത്? അത് പിന്നീടാ, എനിക്ക് പേടിയാണ് എന്ന് സുഭാഷ് മറുപടി നൽകി. അതെ, സുഭാഷേട്ടന് പേടിയാണ്. ഞാൻ ഈ വീട് വിട്ട് പോകില്ല. പേടിക്കൊന്നും വേണ്ട സുഭാഷേട്ടാ, ഞാൻ ഒരിടത്തേക്കും പോവില്ല. ഇനി ഞാൻ എങ്ങോട്ടേക്കും പോകില്ല എന്ന് നികേഷ് ഉറപ്പിച്ചു പറഞ്ഞു. എടാ, നീ പോവല്ലേടാ. നീ പോയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിന്നെ കാണാതെ വന്നപ്പോൾ എൻ്റെ നെഞ്ചങ്ങ് നിലച്ചു പോകുന്നത് പോലെ തോന്നി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാടാ നിന്നെ. നിനക്കറിയാലോ, കുഞ്ഞനാൾ മുതൽ എൻ്റെ കയ്യിൽ കിടന്നതാ നീ. അന്നു മുതൽ നിൻ്റെ അച്ഛനായിട്ടും അമ്മയായിട്ടും ഒക്കെ തന്നെയാണ് ഞാൻ നിന്നെ വളർത്തിയത്. നിന്നെ ഒരു നിമിഷം കാണാതിരുന്നാൽ എനിക്കത് വല്ലാത്ത വിഷമമായിരിക്കും. നീ കോളേജിൽ പോയിട്ട് വരാൻ അല്പം താമസിച്ചാൽ പോലും എൻ്റെ ചങ്ക് പടപടാ അടിക്കും. അത്രക്കധികം ടെൻഷനാണ് എനിക്കത്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് സുഭാഷ് ഇങ്ങനെ വികാരധീരനായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി സുഭാഷേട്ടാ, നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. എന്നോട് ക്ഷമിക്കണം. സുഭാഷ് വീണ്ടും പറഞ്ഞു, എടാ, ഇനി നീ ഇതൊരിക്കലും ആവർത്തിക്കരുത്. ഞങ്ങൾക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് നിനക്കറിയാഞ്ഞിട്ടില്ലേ നീ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റിയില്ല. വല്ലാത്ത ടെൻഷനായി പോയി. സാരമില്ല സുഭാഷേട്ടാ, ഇനി ഒരു തവണത്തേക്ക് എന്നോടൊന്ന് പൊറുക്ക്. എൻ്റെ അമ്മയല്ല സുഭാഷേട്ടൻ്റെ അമ്മ എന്നറിഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. ആരായാലും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവും. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് നികേഷ്. എടാ, നീ വേറൊരു അമ്മയുടെ മോനാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ നിന്നെ കൈവിട്ടോ? ഇല്ലല്ലോ. ചേർത്ത് പിടിക്കല്ലേ ചെയ്തത്. പിന്നെ നീ എന്തിനാ എങ്ങനെ വിഷമിക്കുന്നത്? നിന്റെ കൂടെ എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് ഞങ്ങളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷ് അവനൊക്കെ സമാധാനിപ്പിക്കുകയാണ്. നീ കിടന്നുറങ്ങിക്കോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങിക്കോളാം. എനിക്കിപ്പോൾ ഉറക്കം വരുന്നില്ല എന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ നികേഷ് അവിടെ അങ്ങ് കിടന്നു. സുഭാഷ് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിധി ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടതിൻ്റെ മുറിയിലേക്ക് അങ്ങ് പോയി. അവൾ തൻ്റെ പഴയ വീടിനെക്കുറിച്ച് ഓർത്തു. എന്ത് സ്നേഹത്തോടെയായിരുന്നു താൻ അവിടെ കഴിഞ്ഞിരുന്നത്. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ എത്ര സന്തോഷമായേനെ. തൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ആ ഒരു കാലം. അച്ഛന് തന്നെ വലിയ ജീവനായിരുന്നു. അച്ഛൻ പറയുന്നത് മാത്രം കേൾക്കുന്ന മോളായിരുന്നല്ലോ താന്. ആ പഴയ ഓർമ്മകൾ നിധിയുടെ മനസ്സിലിങ്ങനെ മിന്നിമറഞ്ഞു. കുറേ നേരം ഇതൊക്കെ ആലോചിച്ചിരുന്നിട്ടാണ് അവൾ അങ്ങ് ഉറങ്ങിപ്പോയത്. പിറ്റേന്ന് രാവിലെ നിധി നികേഷിനെയും കൂട്ടിക്കൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിധി പറയുന്നുണ്ട്, നമുക്ക് ഇന്ന് ആൽത്തറയിൽ കുറച്ചു നേരം അവിടെ ഇരിക്കാമെന്ന്. അങ്ങനെ അവർ അവിടെ പോയിരുന്നു. എന്നിട്ട് പറയുന്നത്, എടാ നികേഷേ, ഇനി നീ വീട് വിട്ട് പോകരുത് കേട്ടോ. നിനക്ക് ഇന്നലെ എന്ത് ബുദ്ധിയാടാ തോന്നിയത്? എന്തിനാ നീ അവിടെ നിന്നും പോയത്? നിധി ചോദിച്ചു. അത് പിന്നെ ചേച്ചി, ഞാൻ പോകണമെന്ന് കരുതിയിട്ടൊന്നുമല്ല. എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ നിധി ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാണ് നികേഷ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീ മറ്റുള്ളവരെ കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? നിന്നെ കാണാതായപ്പോൾ ഹരീഷും സുധീഷും സുഭാഷേട്ടനൊക്കെ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? എവിടേക്കോ പോയിട്ട് നിന്നെ തിരഞ്ഞു എന്നറിയോ? നിന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അവർ നിങ്ങൾ തകർന്നു പോയേനെ. ഒരു കാര്യം നീ ഓർക്കണം, അവർ നിന്നെ ഒരിക്കലും അന്യനായി കണ്ടിട്ടില്ല.
ഇത്രയും കാലമായിട്ടും ഈ സത്യങ്ങളെല്ലാം തന്നെ അവർ നിന്നോട് പറഞ്ഞില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അത്രക്കധികം നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ? നീ വേറൊരു അമ്മയുടെ വയറ്റിൽ നിന്നും വന്നതാണെന്ന് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അവർക്ക് നീ സ്വന്തം സഹോദരൻ തന്നെയാണ്. നീ വേറൊരു അമ്മയുടെ മകനാണെന്ന് പറയുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. എപ്പോഴെങ്കിലും നിന്നെ ഏതെങ്കിലും കാര്യത്തിൽ അവർ മാറ്റി നിർത്തിയിട്ടുണ്ടോ? നികേഷ് ഇല്ല എന്ന് തലയാട്ടി. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നീ ധൈര്യമായിട്ടിരിക്ക്. എന്തു വന്നാലും നിന്റെ കൂടെ നിന്റെ ചേട്ടന്മാരുണ്ട്. എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ നിന്നെ കണ്ടപ്പോൾ നീ എൻ്റെ സ്വന്തം അനുജനായി. നമുക്ക് രക്തബന്ധമില്ലായിരിക്കാം, പക്ഷേ എനിക്കിപ്പോൾ നിന്നോട് വലിയ അടുപ്പമാണ്. നീ പോയി എന്നറിഞ്ഞപ്പോൾ എത്രമാത്രം എനിക്ക് സങ്കടമായി എന്നറിയോ? എനിക്കും ഈ വീട്ടിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഇറങ്ങി വന്നതല്ലേ ഞാൻ. എന്നിട്ടിപ്പോൾ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ? നിനക്കും എന്തുകൊണ്ട് ഇവിടെ നിന്നുകൂടാ? ഇത്രയും സ്നേഹിക്കുന്ന ചേട്ടന്മാരുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ്. പണത്തിലോ പ്രശസ്തിയിലോ ഒന്നുമല്ല കാര്യം. ഇതുപോലെ 3 ചേട്ടന്മാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നീ ചെയ്ത് വലിയ പുണ്യമാണെന്ന് നിധി പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ നികേഷിന് വല്ലാത്ത കുറ്റബോധം തോന്നി. സോറി ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇനി മേലാൽ ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അന്നേരം നിധി പറഞ്ഞിട്ട് എന്നോട് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരോടാണ് നീ പറയേണ്ടത്. അവരെത്രമാത്രം വേദനിച്ചു എന്ന് നിനക്കറിയില്ലേ? ആ വേദനയൊക്കെ ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് നിധി അവനെ ഉപദേശിച്ചു. ഇതേസമയം സുധീഷ് പുറത്തുപോയി തിരികെ വീട്ടിലേക്കെത്തി സുഭാഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടാ എൻ്റെ ഭാര്യ എവിടെ? സുഭാഷ് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതെന്താടാ നിന്റെ ഭാര്യ എവിടെയെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്? അല്ല, അവളുള്ളപ്പോൾ എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യ എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ സുഭാഷേട്ടൻ അവളെ സഹോദരിയായി കാണുന്നത് പോലെ എന്നെയും കാണുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. സുധീഷ് തമാശ രൂപേണ പറഞ്ഞു. നീ ആള് കൊള്ളാലോടാ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അങ്ങ് ചിരിക്കാണ്. പിന്നെ പറയുന്നത് അവൾ നികേഷിനെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുവാണ് എന്ന്. അല്പം കഴിഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് തിരിച്ചെത്തി. നിധി സുഭാഷിനും സുധീഷിനും പ്രസാദം കൊടുത്തു. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ വേഗം റെഡിയാവ്, നമുക്ക് പുറത്തു പോകണമെന്ന്. എന്തിനെ എന്ന് നിധി ചോദിച്ചപ്പോൾ നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടുമെന്ന് പറയും. എന്ത്, സത്യമാണോ എന്ന് നിധി അത്ഭുതത്തോട് ചോദിക്കാണ്. അതെ, പറ്റിക്കാൻ പറയുമെന്നല്ല, വാ നമുക്ക് പോയി വരാം. നിന്നെ കൂട്ടി വരാമെന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ നിധിക്ക് വല്ലാത്ത സന്തോഷമായി. അവൾ സുഭാഷേട്ടനോട് പറഞ്ഞിട്ട് വേഗം തന്നെ റെഡിയായിട്ട് സുധീഷിനൊപ്പം തന്നെ അവിടെ നിന്നും ഇറങ്ങി. സുധീഷിന് നിധിയോടൊപ്പം ഇങ്ങനൊരു യാത്ര പോകുന്നത് തന്നെ വലിയ കാര്യമാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ സുഭാഷ് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എന്താണ് ഉച്ചയ്ക്ക് വേണ്ടത് എന്ന്? നമുക്ക് ബിരിയാണി മേടിച്ചാലോ? പുറത്ത് നിന്ന് നല്ല ബിരിയാണി വാങ്ങിച്ചു തരാം. നിനക്കിഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നികേഷ് സമ്മതിച്ചു. സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എടാ ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്നൊക്കെ പറയും. അന്നേരം നികേഷ് പറയുന്നുണ്ട്, അതെന്തിനൊന്നും ആവശ്യമില്ല ഏട്ടാ, ഏട്ടൻ ജോലിക്ക് പോയിക്കോ എന്ന് പറയും. നികേഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ സുഭാഷേട്ടാ വെറുതെ പണി കളയുന്നത്? അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, എടാ എനിക്ക് ജോലി കുറവാടാ, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കടയിൽ പോയിട്ട് വരാം. സുഭാഷിൻ്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പണിക്ക് പോലും പോകാതെ നികേഷിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നത്. ഒടുവിൽ നികേഷ് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചാൽ സുഭാഷേട്ടൻ സത്യം പറയോ? എൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ സുഭാഷ് അങ്ങ് ഞെട്ടിപ്പോയി. അതെന്താടാ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം? അല്ല സുഭാഷേട്ടാ, അച്ഛൻ വേറൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ എന്നെയും കൂട്ടിക്കൊണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സുഭാഷേട്ടന് എൻ്റെ അമ്മയോട് ദേഷ്യം തോന്നിയിരുന്നോ? അവൻ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിച്ചില്ലടാ. നിന്നെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നീ എത്ര കുഞ്ഞായിരുന്നില്ലേ? അവർ കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയുണ്ടെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ നിന്നെ കാണാൻ വരുമായിരിക്കുമല്ലോ. എവിടെയാണെന്നോ ജീവനോടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് സുഭാഷ് അവന് മറുപടി നൽകി. നികേഷ് വീണ്ടും അങ്ങനെ ആലോചനയിലാണ്ടു. ഒരു പക്ഷേ എൻ്റെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ഒരുപാടധികം സ്നേഹിച്ചേനെയല്ലേ എന്ന് അവൻ ചോദിക്കാണ്. സുഭാഷ് ഉടനെ തന്നെ പറഞ്ഞു, എടാ നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് ശരിയല്ല. സാരമില്ല, നീ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യേ, ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കില്ല എന്ന്. അത് സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തന്നെ സത്യം ചെയ്യടാ എന്ന് സുഭാഷ് അങ്ങ് നിർബന്ധിച്ചു. വേണ്ട, എനിക്കറിയാം നിനക്കിതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, നീ ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എന്നെക്കുറിച്ചും സുധീഷിനെക്കുറിച്ചും ഹരീഷിനെക്കുറിച്ചൊക്കെ ചിന്തിക്ക്. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളങ്ങ് താനെ പോയിക്കോളും. ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന് സുഭാഷ് സ്നേഹത്തോടെ പറഞ്ഞു. നികേഷും അത് സമ്മതിക്കുന്നുണ്ട്. സുഭാഷ് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ നികേഷ് അവൻ്റെ കയ്യിൽ അങ്ങ് പിടിച്ച് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എനിക്ക് നിങ്ങളെ മാത്രം മതി സുഭാഷേട്ടാ, വേറൊന്നിനെക്കുറിച്ചും ഞാൻ ചോദിക്കില്ല എന്ന് അവൻ പറയാണ്. സുഭാഷ് തന്നെക്കുറിച്ച് ഇത്രമാത്രം ആകുലതപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. ഇതേസമയം സുധീഷ് നിധിയുമായി യൂണിവേഴ്സിറ്റിയിലെത്തി. സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു നിധി. സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ തന്നെ ജോലിക്ക് പോകണമെന്ന പ്രതീക്ഷയിലാണ് അവൾ.
യൂണിവേഴ്സിറ്റിയിൽ നിന്നും സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കയ്യിലേക്ക് വാങ്ങിക്കുമ്പോൾ നിധിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എത്രയോ കാലത്തെ സ്വപ്നമാണ്. തൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഈ ഒരു നിമിഷം. പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം അച്ഛന് തന്നെ അതൊക്കെ കീറിയിടേണ്ടി വന്നു. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റൊക്കെ നിധിയുടെ കയ്യിൽ കിട്ടുകയാണ്. സുധീഷ് അഭിമാനത്തോടു കൂടെ തന്നെ അവളെ നോക്കി നിന്നു. ഇനി നിനക്ക് പറ്റിയൊരു ജോലി കണ്ടുപിടിക്കണം നിധി. നിന്റെ ഈ കഴിവ് വീട്ടിലിരിക്കാനുള്ളതൊന്നുമല്ല. സുധീഷ് അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ആ യാത്രയിൽ അവർ കൂടുതൽ അടുക്കുകയായിരുന്നു. പഴയ പിണക്കങ്ങളും പരിഭവങ്ങളെല്ലാം തന്നെ മാറി. പരസ്പരം മനസ്സിലാക്കുന്ന 2 പേരായി അവർ മാറിക്കൊണ്ടിരുന്നു. ഇതേ സമയം വീട്ടിൽ മറ്റൊരു നാടകീയമായ രംഗം അരങ്ങേറുകയായിരുന്നു. സുഭാഷും നികേഷും ബിരിയാണി കഴിച്ച് സംസാരിക്കുന്നതിനിടയിൽ തന്നെ അപ്രതീക്ഷിതമായി വീട്ടുപടിക്കൽ ഒരു അപരിചിതൻ വന്നു നിന്നു. കയ്യിൽ പഴയൊരു ഡയറി കുറിപ്പും കുറച്ച് ഫോട്ടോസുമായി വന്ന ആ മനുഷ്യൻ നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് അറിയാവുന്ന ഒരാളായിരുന്നു. സുഭാഷ് ആദ്യം ഒന്ന് പരിഭ്രമിച്ചുവെങ്കിലും നികേഷിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ മനുഷ്യനെ അകത്തേക്ക് കയറ്റിയിരുത്തി. നികേഷിൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്നും അവർ വളരെ ദൂരത്തുള്ള ഒരു അഗതി മന്ദിരത്തിൽ സുഖമില്ലാതെ കഴിയുകയാണെന്നും അയാൾ വെളിപ്പെടുത്തി. ഇത് കേട്ടപ്പോൾ നികേഷ് ഒന്ന് തകർന്നുപോയി. തന്നെ ഉപേക്ഷിച്ചു പോയതല്ല തൻ്റെ അമ്മ, സാഹചര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടി വന്നതാണ് എന്നറിഞ്ഞപ്പോൾ അവന് അവരെ കാണാനൊന്നും വെമ്പലായിരുന്നു. സുഭാഷിന് ഇത് വലിയൊരു പരീക്ഷണമായിരുന്നു. നികേഷിനെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം ഒരു വശത്ത്, അവൻ്റെ സന്തോഷം മറുവശത്ത്. ഒടുവിൽ സ്നേഹം ജയിച്ചു. എടാ, നമുക്ക് അവരെ പോയി കാണണം. നിനക്ക് നിന്റെ അമ്മയെ തിരിച്ചു കിട്ടണമെന്ന് സുഭാഷ് തന്നെ പറഞ്ഞു. പിറ്റേന്ന് സുധീഷും ഹരീഷും നിധിയും സുഭാഷും നികേഷും എല്ലാവരും കൂടി നേരെ ആ അഗതി മന്ദിരത്തിലേക്ക് യാത്രയായി. അവിടെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം നികേഷ് തൻ്റെ അമ്മയെ കണ്ടുമുട്ടി. ഓർമ്മകൾ മയങ്ങിയ ആ ഒരു അമ്മ മകനെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം കണ്ടു നിന്നവരുടെ എല്ലാവരെയും കണ്ണ് നനയിച്ചു. നികേഷ് തൻ്റെ അമ്മയെ ആ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു. പിന്നീട് അങ്ങനെ നിധിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ വലിയൊരു കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി തന്നെ ജോലി ലഭിച്ചു. അവളുടെ ആദ്യത്തെ ശമ്പളം കൊണ്ട് തന്നെ അവൾ സുഭാഷേട്ടനും സുധീഷേട്ടനും ഹരീഷിനുമൊക്കെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി. ആ വീടിപ്പോൾ പഴയതിലും സന്തോഷത്തിലാണ്. നികേഷിൻ്റെ അമ്മയും ഇപ്പോൾ അവരുടെ കൂടെ തന്നെ ഉണ്ട്. ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗ്യമായിക്കൊണ്ട് എല്ലാ കഷ്ടപ്പാടുകൾക്ക് ശേഷവും നിധിയും സുധീഷും തമ്മിൽ പുതിയൊരു ജീവിതം ആരംഭിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.